ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീലത ജയചന്ദ്രൻ. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിനെ കുറിച്ചിട്ടാണ്. അപ്പം ആദ്യമേ തന്നെ പറയാനുള്ളത്, വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ. അപ്പം നമ്മൾ കൺസെപ്റ്റ് പറഞ്ഞ സമയത്ത് ആദ്യം പറഞ്ഞിരുന്നല്ലേ, പോളിമോർഫിസം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ? സെയിം നെയിം വിത്ത് ഡിഫറെൻറ്റ് ഫോം. അതിനാണ് എന്ത് പറയുന്നത്? പോളിമോർഫിസം എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഒരു കൺസെപ്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഏതായിരുന്നു? മറ്റേ ഫംഗ്ഷൻ ഓവർലോഡിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതായത് ഒരു പ്രോഗ്രാമിൽ തന്നെ മോർ ദാൻ വൺ ഫംഗ്ഷന് സെയിം നെയിം നമ്മൾ കൊടുക്കണം അല്ലേ? അതിനാണ് എന്ത് പറയുന്നത്? ഫംഗ്ഷൻ ഓവർലോഡിങ് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ വേറൊരു കൺസെപ്റ്റാണ് എന്താ? ഓപ്പറേറ്റർ ഓവർലോഡിങ് എന്ന് പറയുന്നത്. ഓക്കെ. ഓപ്പറേറ്റർ ഓവർലോഡിങ് പറയുമ്പോൾ എന്താണ്? ഒരു ഓപ്പറേറ്ററിന്റെ ഫംഗ്ഷനെ ഓവർലോഡ് ചെയ്യാം അല്ലേ? നോർമലി നമ്മളിപ്പോൾ ഒരു പ്ലസ് സിമ്പൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പ്ലസ് സിമ്പൽ നമ്മൾ പറയുന്നു. ഈ പ്ലസ് സിമ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഒന്നുകിൽ പോസിറ്റീവ് സൈൻ റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് ഇൻറ്റിജറോ റിയലോ ആവാം അല്ലേ? ഈ നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോസിറ്റീവ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതൊരു യൂണറി ഓപ്പറേറ്ററും, അല്ലാതെ അഡീഷൻ എന്ന് പറയുന്നത് ഒരു ബൈനറി ഓപ്പറേറ്ററും ആണല്ലേ? അപ്പോൾ ഈ രണ്ട് ഓപ്പറേറ്ററിൻ്റെയും ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഓവർലോഡ് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് മോർ ദാൻ വൺ വാല്യൂ ഉണ്ടാവും അല്ലേ? അപ്പോൾ നോർമലി നമ്മളിപ്പോൾ ++a എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എയുടെ വാല്യൂ ആണ് ഇൻക്രീസ് ആകുന്നത് അല്ലേ? അതുപോലെ ഇപ്പം ഒരു ക്ലാസ്സിനകത്ത് ഇപ്പോൾ 3 വേരിയബിൾ ഞാൻ ഡാറ്റ മെമ്പറായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് ++s എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് ഞാൻ കൊടുക്കുകയാണെങ്കിൽ ++s എന്ന് കൊടുത്താൽ ഇതിനകത്ത് എത്ര മെമ്പേഴ്സ് ഉണ്ടോ, അതായത് എത്ര ഡാറ്റ മെമ്പർ ഉണ്ടോ, അതിനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഫംഗ്ഷൻ അവിടെ ഡിഫൈൻ ചെയ്യും. ഓക്കെ അല്ലേ? ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും? ഇതിനെ ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിനകത്ത് എത്ര ഡാറ്റ മെമ്പേഴ്സ് ഉണ്ടോ അതിനെല്ലാം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ആ ഫംഗ്ഷൻ ഞാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതെങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ സിൻറ്റാക്സ് വരുന്നതെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ റിട്ടേൺ ടൈപ്പ് എന്താണോ അത് പറയാം. റിട്ടേൺ ടൈപ്പ് പറയണം. പിന്നെ ഓപ്പറേറ്റർ എന്നുള്ള കീവേഡ് പറയാം. ഓപ്പറേറ്റർ. അത് കഴിഞ്ഞിട്ട് ഏത് സിമ്പലിനെയാണോ നമ്മൾ ഓവർലോഡ് ചെയ്യുന്നതെന്നുള്ള ഓപ്പറേറ്ററിനെ പറയുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വാല്യൂസ് ഉണ്ടെങ്കിൽ വാല്യൂസ് പറയുക. ഓക്കെ. ഇതിനെ ഇവിടെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ഓക്കെ. ഇത് നമ്മൾ ക്ലാസിന്റെ മെമ്പറായിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ആ ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് നമ്മൾ ഈ ഓപ്പറേറ്റർ കൊടുക്കുകയാണെങ്കിൽ, ആ ക്ലാസിന്റെ ഒബ്ജക്റ്റിനോടൊപ്പം ഈ ഓപ്പറേറ്റർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷനും, അതല്ലാതെ ഒരു നോർമൽ ഇൻറ്റിജറിനോടൊപ്പം ഈ പ്ലസ് ഓപ്പറേറ്റർ പറഞ്ഞാൽ നോർമലി എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിയിലുള്ള സംഭവമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എങ്ങനെ എഴുതുന്നതെന്ന്. നമുക്ക് എങ്ങനെ പറയാം? ക്ലാസ് ABC എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. ഇതിനകത്ത് 2 ഇൻറ്റിജറാണ് ഞാൻ കൊടുക്കുന്നത്. x, y എന്ന് പറഞ്ഞിട്ട് 2 ഇൻറ്റിജർ കൊടുത്തു. ഇവിടെ ഞാൻ പബ്ലിക്കായിട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. കോളൻ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ എങ്ങനെയാണ്? ഇപ്പോൾ എനിക്ക് റീഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ റീഡ് ചെയ്തിട്ട് ചെയ്യാം, അതല്ലെങ്കിൽ എനിക്ക് കൺസ്ട്രക്ടർ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ചെയ്യാം അല്ലേ? വാല്യൂസ് അസൈൻ ചെയ്യാം. ഇവിടെ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുക്കുന്നില്ല. ഞാൻ ഡയറക്റ്റ് ആയിട്ട് x = 10 y = 20 എന്ന് ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷനകത്ത് x = 10 എന്നും y = 20 എന്ന് സെയിം ലൈനിലാണ് പറയുന്നതെങ്കിലും ഇടയ്ക്ക് എന്താണ് സെമിക്കോളൻ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇനി ഓപ്പറേറ്ററിന്റെ ഫംഗ്ഷൻ ഞാൻ ഓവർലോഡ് ചെയ്യാൻ പോകുന്നത് ++ ഓപ്പറേറ്ററിനെയാണ് ഓവർലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് റിട്ടേൺ ടൈപ്പ് ഞാൻ കൊടുക്കുന്നില്ല, വോയിഡ് ആണ്. അതിനുശേഷം എന്താണ്? ഓപ്പറേറ്റർ എന്നുള്ള കീവേഡ് കൊടുക്കുക. ഏതാണ് ഓപ്പറേറ്റർ എന്ന് സ്പെസിഫൈ ചെയ്യുക. ആർഗ്യുമെന്റ്സ് പറയാം. ആർഗ്യുമെന്റ്സ് ഇപ്പം ഞാൻ ഇവിടെ യൂണറി ഓപ്പറേറ്റർ ആയതുകൊണ്ട് ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യുന്നില്ല അല്ലേ? ഒരു ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ സിംഗിൾ ഓപ്പറൻറ്റ് വരും, അല്ലെങ്കിൽ ഡബിൾ ഓപ്പറൻറ്റ് വരും അല്ലേ? അതായത് സിംഗിൾ ഓപ്പറൻറ്റ് വന്നാൽ അത് യൂണറി ഓപ്പറേറ്ററും, ഡബിൾ ഓപ്പറൻസ് വന്നു കഴിഞ്ഞാൽ അത് ബൈനറി ഓപ്പറേറ്ററുമാണ് അല്ലേ? അപ്പോൾ ഇതിന് ഞാൻ എന്തുകൊണ്ടാണ് ആർഗ്യുമെന്റ്സ് പറയാത്തതെന്ന് ചോദിച്ചാൽ, നമുക്കിപ്പോൾ സിംഗിൾ ഓപ്പറേറ്റർ ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. സിംഗിൾ ഓപ്പറന്റ് ആണെങ്കിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് ഒരു വാല്യൂ ഡയറക്റ്റ് ആയിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യും, അത് എടുക്കും. മനസ്സിലായോ? അതേസമയം ബൈനറി ഓപ്പറേറ്റർ ആണെങ്കിൽ ഒരു വാല്യൂ അത് എടുക്കും, സെക്കൻഡ് വാല്യൂനെ നമ്മൾ ഇതിലോട്ട് പാസ് ചെയ്യണം. ഓക്കെ. അത് നമ്മളത് പറയുന്ന സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. ഇപ്പം ഇവിടെ ഞാൻ കൊടുക്കുന്നത് എന്താണ്? ഫംഗ്ഷനകത്ത് എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു, സെമിക്കോളൻ, വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു.
ഓക്കെ. അപ്പൊ ഈ ഫംഗ്ഷനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് എക്സ് ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു, വൈ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഈ പ്ലസ് പ്ലസ് ഓപ്പറേറ്ററെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്ന ഒരു സിംഗിൾ വേരിയബിളിനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ഇതിനകത്ത് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന 2 വേരിയബിളിനെ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞേക്കണം. മനസ്സിലായോ? ഇൻക്രീസ് ബൈ 1 ആണ് അല്ലേ പ്ലസ് പ്ലസ് ഓപ്പറേറ്റർ അതാ ചെയ്യുന്നത്. ഇനി ഇവിടെ അതുപോലെ ഞാൻ വോയിഡ് പുഡ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ എഴുതിയാൽ എങ്ങനെ പറയാം? സി ഔട്ട് എന്തൊക്കെ പ്രിന്റ് ചെയ്യാൻ പറയാം? എക്സ് ന്യൂ ലൈൻ ആദ്യം പ്രിന്റ് ചെയ്യാം, /n, അത് കഴിഞ്ഞിട്ട് എക്സിന്റെ വാല്യൂ പ്രിന്റ് ചെയ്തു, എഗെയിൻ ഓപ്പറേറ്റർ, ഒരു സ്പേസ് ഇട്ടു, എഗെയിൻ ഓപ്പറേറ്റർ, വൈയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. കണ്ടോ? ഈ പുഡ് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ അല്ലേ? ഇവിടെ ക്ലാസ് നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാം. ക്ലാസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുത്തു. മനസ്സിലായല്ലോ? ഇനിയിപ്പോ നമുക്ക് മെയിൻ ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നതെന്ന് ചോദിച്ചാല് വോയിഡ് മെയിൻ. കണ്ടോ? ഇതിനകത്ത് എങ്ങനെയാണോ ABC ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലേ? ABC S1 എന്ന് പറഞ്ഞ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അപ്പൊ S1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ എന്താവും? ഈ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവും, ഇവിടെ വാല്യൂ ഇനിഷ്യലൈസ് ആവും അല്ലേ? ഇനി ചെയ്യുന്നത് ഈ S1 നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിച്ച് നോക്കാം. വാല്യൂസ് അസൈൻ ചെയ്ത വാല്യൂ എന്താണോ അതിനെ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാം അല്ലേ? അപ്പൊ ഇവിടെ ഈ ഫോർമാറ്റിൽ പ്രിന്റ് ചെയ്യും. ഓക്കെ. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുത്തു? ++S1 എന്ന് കൊടുത്തു. കണ്ടോ? ++S1 എന്ന് കൊടുക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? ഈ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ആക്റ്റീവ് ആവും. ഓക്കെ. ഈ ഓപ്പറേറ്റർ ഫംഗ്ഷൻ ആക്റ്റീവ് ആക്കുമ്പോൾ അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സിന്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു, വൈയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഞാൻ ഇവിടെ S1 ഡോട്ട് പുഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രിന്റ് ചെയ്യാം? നമുക്ക് ഇൻക്രീസ് ചെയ്ത വാല്യൂ എന്താണോ അതായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? ഇൻക്രീസ് ചെയ്ത വാല്യൂ എന്താണോ അതായിരിക്കും ഇവിടെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു സിംഗിൾ ഓപ്പറന്റ് ആയതുകൊണ്ടാണ് ഇവിടെ വാല്യൂ പാസ് ചെയ്യാത്തത്. കാരണം ഡയറക്റ്റ് ആയിട്ട് ഇംപ്ലിസിറ്റ് ആയിട്ട് ഒരു ഫംഗ്ഷൻ അവിടെ പാസ് ചെയ്യുക, ഒരു ആർഗ്യുമെന്റ് അവിടെ കിട്ടും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സ് എന്നും വൈ എന്നും ഇവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ? മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ബൈനറി ഓപ്പറേറ്റർ ആണെങ്കിൽ എങ്ങനെ പാസ് ചെയ്യും എന്നുള്ളതാണ് ഇനി നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? ഒന്നുകിൽ ഒരു കോംപ്ലക്സ് നമ്പർ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് അല്ലെ. ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫീറ്റും ഇഞ്ചും അല്ലെ, 2 വേരിയബിൾ അതിനകത്ത് വരും അല്ലെ. ഫീറ്റും ആഡ് ചെയ്യുക, ഇഞ്ചും ആഡ് ചെയ്യുക അല്ലെ. അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രിങ്ങിന്റെ അഡീഷൻ. നോർമലി നമ്മൾ സ്ട്രിങ്ങിന് ചെയ്യുന്ന എങ്ങനെയാ? സ്ട്രിങ് ഫംഗ്ഷൻസ് ഉണ്ടല്ലേ. നമ്മൾ സിയിൽ സ്ട്രിങ് ഫംഗ്ഷൻ പറഞ്ഞ സമയത്ത് സ്ട്രിങ് മാനിപ്പുലേഷന് വേണ്ടിയിട്ട് ഒരുപാട് ഫംഗ്ഷൻസ് നമ്മളിവിടെ പറഞ്ഞു. അപ്പൊ ആ ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ട്രിങ്ങിനെ ആഡ് ചെയ്യാൻ, കോപ്പി ചെയ്യാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അസൈൻ ചെയ്യാൻ അല്ലേ. നോർമലി നമ്മൾ സ്ട്രിങ്ങിനെ അസൈൻ ചെയ്യണമെങ്കിൽ ഒരു വേരിയബിളിൽ നിന്ന് വേറൊരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? strcpy എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷനാണ് നമ്മളവിടെ ഉപയോഗിക്കുന്നത് അല്ലേ. ഫംഗ്ഷനാണ് അവിടെ ഉപയോഗിക്കുന്നത്. അതായത് string.h എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് വരുന്നത്. അതേ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈക്വൽ ടു ഓപ്പറേറ്ററിനെ ഓവർലോഡ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. അപ്പൊ ഈ ഒബ്ജക്റ്റിന്റെ കൂടത്തിൽ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ എന്താണ്? S1 ഈക്വൽ ടു S2 എന്ന് പറയുമ്പോൾ ഈ S1 S2 എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്താണ്? ഈ ഈക്വൽ ടു എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്ത ഫംഗ്ഷൻ ആയിരിക്കും ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ. അതാണ് ബൈനറി ഓപ്പറേറ്ററിൽ വരുന്നത്. നമുക്കത് നോക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് എന്താണ്? ക്ലാസ് കോംപ്ലക്സ് നമ്പർ ആണ്. അതുകൊണ്ട് ഞാൻ എന്താണ്? കോംബ് എന്ന് കൊടുക്കുകയാണ്. കോംബ്. ഓക്കെ. ഇതിനകത്ത് 2 വേരിയബിൾ പറഞ്ഞു. ഇൻറ്റിജർ, റിയൽ, ഇമാജിനറി. പബ്ലിക് ഏരിയയിൽ ഞാനിത് റീഡ് ചെയ്യാൻ വേണ്ടി ഫംഗ്ഷൻ എഴുതാം. കാരണം 2 വേരിയബിൾ വേണം അല്ലേ. 2 ഒബ്ജക്ട്സിനെ നമുക്ക് റീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ വോയിഡ് പുഡ് എന്നും പറഞ്ഞിട്ട് ഗെറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതാം. പുഡ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്താണ് ഫംഗ്ഷൻ അതിന് മീനിങ് ഫുൾ ആയിട്ട് കൊടുക്കുന്നേ ഉള്ളൂ അല്ലേ. സി ഔട്ട് എന്താണ്? എൻ്റർ റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് അല്ലേ. എന്നിട്ട് സി എന്ന് പറഞ്ഞിട്ട് അത് റീഡ് ചെയ്യാം. ആദ്യം റിയൽ റീഡ് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇമാജിനറി റീഡ് ചെയ്യുന്നു. ഓക്കെ. ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ ഓപ്പറേറ്റർ ഫംഗ്ഷൻ എഴുതാൻ പോവാണ്. എങ്ങനെയാണ്? റിട്ടേൺ ടൈപ്പ് വേണം അല്ലേ. ഇവിടെ സം ചെയ്ത് റിട്ടേൺ ചെയ്യണം അല്ലേ. അപ്പൊ റിട്ടേൺ ടൈപ്പ് എന്ത് തന്നെയായിരിക്കും? കോംബ് എന്ന് പറയുന്ന
പിന്നെ ടൈപ്പ് തന്നെ പറയുക. ഇതിനകത്ത് കോംബ് ഓപ്പറേറ്റർ അല്ലേ, പ്ലസ് ഓപ്പറേറ്ററിനെയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു ഒരു വാല്യൂ ഡയറക്റ്റ് എടുക്കും, അടുത്ത വാല്യൂ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കണം. കോംബ് ഏതാണ് S2, S2 എന്നോ S1 എന്നോ കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് എന്താണ് ആദ്യം ചെയ്യുന്നത്, സം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. S3 then S3 ഡോട്ട് റിയൽ ഈക്വൽ ടു റിയൽ പ്ലസ് S2 ഡോട്ട് റിയൽ. കണ്ടോ ഇവിടെ ചെയ്തേക്കുന്നത് എന്താണ്, ആദ്യം ഡയറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ എടുത്തപ്പോൾ അതിന് ഒബ്ജക്റ്റ് വേണ്ട. പിന്നെ S2 ഡോട്ട് റിയൽ പറയുമ്പോൾ എന്താണ്, ഇവിടെ പാസ് ചെയ്ത് വന്ന വേരിയബിളിന്റെ ആ റിയൽ പാർട്ട്. അത് കഴിഞ്ഞിട്ട് S3 ഡോട്ട് ഇമാജിനറി ഈക്വൽ ടു ഇമാജിനറി പ്ലസ് S2 ഡോട്ട് ഇമാജിനറി. ഓക്കെ, ഈ ഫംഗ്ഷൻ ഇവിടെ ക്ലോസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് പ്രിന്റ് ചെയ്യിപ്പിക്കാനോ, വോയിഡ് പുഡി എന്നും പറഞ്ഞിട്ട് അനദർ ഫംഗ്ഷൻ ഞാനിവിടെ ചെയ്തു. ഇതിനകത്ത് എങ്ങനെ പറയാം, സി ഔട്ട് ആദ്യം ന്യൂ ലൈൻ ഇടാം, അത് കഴിഞ്ഞിട്ട് റിയൽ പാർട്ട് എഴുതാം, അത് കഴിഞ്ഞിട്ട് ഒരു പ്ലസ് ഐ പ്രിന്റ് ചെയ്യിപ്പിക്കാം അല്ലേ, കാരണം പ്ലസ് ഐ എന്നല്ലേ പ്രിന്റ് ചെയ്ത് വരുന്നത് അല്ലേ, A+IB അതാണ് കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുക്കാം, ഇമാജിനറി പാർട്ട് പ്രിന്റ് ചെയ്യിപ്പിക്കാം. ഇനി ഈ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇവിടെ പുഡി പറഞ്ഞു, പുഡിക്കകത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു, റിയൽ ഇമാജിനറി പാർട്ട് പ്ലസ് ഐ ഒക്കെ കൊടുത്തിട്ട് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ദെൻ ക്ലാസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ എടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ എങ്ങനെ പറയാം, ഇവിടെ മെയിൻ സ്റ്റാർട്ട് ചെയ്തു. മെയിനകത്ത് നമുക്ക് എന്താണ് ഈ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം അല്ലേ. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ക്ലാസ് നെയിം എന്താണ്, കോംബ് അല്ലേ. കോംബ് S1, S2, S3. ഓക്കെ, ഇതിനകത്ത് ഇനി എന്താ വേണ്ട, S1 ഡോട്ട് ഗെറ്റ് ഡി ഫംഗ്ഷൻ അല്ലേ, ഫസ്റ്റ് ഫംഗ്ഷനെ ആക്ടിവേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് S2 ഡോട്ട് ഗെറ്റ് ഡി ഫംഗ്ഷൻ സെക്കൻഡ് കോംപ്ലക്സ് നമ്പറിനെ ആദ്യം ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ റീഡ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ സെക്കൻഡ് കോംപ്ലക്സ് നമ്പർ റീഡ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്, S2 അല്ലേ, S2 ഡോട്ട് ഗെറ്റ് ഡി. അത് കഴിഞ്ഞിട്ട് S3 ഇസ് ഈക്വൽ ടു S1 പ്ലസ് S2 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് രണ്ടും കൂടെ സം ചെയ്യാൻ പറഞ്ഞു. ഈ ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആവും, സം ചെയ്തു, റിട്ടേൺ ചെയ്യാൻ ഇവിടെ റിട്ടേൺ ഉണ്ട് കേട്ടോ, സോറി ഇവിടെ റിട്ടേൺ കൂടെ ഉണ്ട്. ഇവിടെ റിട്ടേൺ വാല്യൂ പറയണം അല്ലേ, റിട്ടേൺ അതാണ് S3 പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പൊ ഇനി അടുത്തെന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ വോയിഡ് പുഡി, ഇതിനകത്ത് സി ഔട്ട് ന്യൂ ലൈൻ, അത് കഴിഞ്ഞിട്ട് റിയൽ പാർട്ട്, അത് കഴിഞ്ഞിട്ട് പ്ലസ് ഐ അല്ലേ, അത് കഴിഞ്ഞിട്ട് അഗെയിൻ ഓപ്പറേറ്റർ ഇമാജിനറി പാർട്ട്. ഈ ഫംഗ്ഷൻ ക്ലോസ് ചെയ്തു, ക്ലാസ് ക്ലോസ് ചെയ്ത് സെമിക്കോളൻ കൊടുത്തു. കണ്ടോ ഇവിടെ ഇവിടെ റിട്ടേൺ കൊടുക്കണം, ഞാൻ നേരത്തെ വിട്ടുപോയതാ. അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഇവിടെ S3 is equal to S1 plus S2 അല്ലേ, S3 equal to S1 plus S2 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പാർട്ട് അത് ഡയറക്റ്റ് എടുക്കും, സെക്കൻഡ് പാർട്ട് ഇവിടെ പാസ് ചെയ്ത് വന്ന S2ന്റെ പാർട്ട് എടുക്കും, റിയൽ പാർട്ടും. അത് കഴിഞ്ഞിട്ട് ഇമാജിനറി പാർട്ടും എടുത്ത് സം ചെയ്ത് S3 റിട്ടേൺ ചെയ്തു. ആ S3 ഇവിടെ വരും അല്ലേ. ഇനി നമുക്കത് പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി എങ്ങനെ കൊടുക്കാം, S3 ഡോട്ട് പുഡി ഫംഗ്ഷൻ പറഞ്ഞിട്ട് അതിനെ പ്രിന്റ് ചെയ്യിപ്പിക്കാം. അപ്പൊ വേണമെങ്കിൽ 3 പ്രിന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ പോയി ആദ്യം S1 പ്രിന്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് S2 ഡോട്ട് പുഡി പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഏതാണ് S3 ഡോട്ട് പുഡി അല്ലേ, S1 ഡോട്ട് പുഡി, S2 ഡോട്ട് പുഡി, S3 ഡോട്ട് പുഡി, 3 പ്രിന്റ് ചെയ്യിപ്പിച്ചു. അത് കഴിഞ്ഞ് ഗെറ്റ് CH കൊടുത്തിട്ട് നമുക്കത് ക്ലോസ് ചെയ്യാം, മെയിൻ ക്ലോസ് ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റർ ഓവർലോഡിങ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഏത് ഓപ്പറേറ്ററിനെ വേണോ ഓവർലോഡ് ചെയ്യാം അല്ലേ. ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് വൺ വരുന്നത് ഡോട്ട് ആസ്ട്രിക്സ്, അതായത് പോയിന്റർ ടു ഫംഗ്ഷൻ, അത് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നത് ഡോട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് നെയിം ഡോട്ട് പറയില്ലേ, ആ ഓപ്പറേറ്ററിനെ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ടെർണറി ഓപ്പറേറ്റർ, ക്വസ്റ്റ്യൻ മാർക്ക് ആൻഡ് കോളൻ, അത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നെ ഉള്ള എന്താണ്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ. ഓക്കെ, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, അത് നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് ഓവർലോഡ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം നമുക്ക് ഓവർലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. നമുക്ക് ഏത് ഫംഗ്ഷൻ
ഏത് പിന്നെ ഓപ്പറേറ്ററിന് വേണം ഒരു ഫംഗ്ഷൻ കൊണ്ട് ഡിഫൈൻ ചെയ്തിട്ട് അതിൻ്റെ ഫംഗ്ഷനെ ഓവർലോഡ് ചെയ്ത് മാറ്റാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഓപ്പറേറ്റർ ഓവർലോഡ് ഫംഗ്ഷനിൽ പറയാനുള്ളത്. അപ്പം വീഡിയോ കാണുന്നവരൊക്കെ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഇത് ഉപയോഗപ്രദമാവുമെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ, നെക്സ്റ്റ് ടൈം കാണാം.